എത്രയായി? 57. എന്നാ ഒന്നുകൂടെ മുങ്ങാം. എന്നും 60 വരെ വരുന്നതാണല്ലോ. ഇനി നാളെ ആവട്ടെ. അച്ഛന് പോയിട്ട് ആശുപത്രി പോകാനുള്ളതാ. പിടിച്ചോ. കണ്ടോച്ചാ, എന്നെ കളിയാക്കിയതാ. അവന് നീന്തൽ അറിയാന്ന് പറഞ്ഞ എന്നെ കളിയാക്കിയതാ. നിനക്കും പഠിക്കാറുന്നില്ലേ? ആരാ പറഞ്ഞ വേണ്ടാന്ന്? എനിക്ക് പേടിയാ, അതുകൊണ്ടാ. എന്നാലും അവനെ കളിയാക്കുന്ന എന്തിനാ? പിന്നെ ഇനിയിപ്പോ അവൻ പോയി നീന്തിയിട്ട് വേണ്ട ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ മേടിക്കാൻ. പോകാൻ പറയടാ. പോടാ. പോത്ത് പോലും ഇങ്ങനെ കിടക്കാണ്ട് വണ്ടി ഒന്ന് കഴുകാൻ കൂടി കൂടെ എന്റെ അപ്പുകുട്ടാ. പിന്നെ ശാകരൻകുട്ടി ടാക്സി ഓടിച്ചുണ്ടാക്കണ കാശൊക്കെ അപ്പുകുട്ടന്റെ വീട്ടിലേക്കാണല്ലോ തരണത്. വേണമെങ്കിൽ അങ്ങോട്ട് കഴിയാൻ മതി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആസ്മയല്ലേ, അതിങ്ങനെ കേറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇന്ന് ഡോക്ടറെ കണ്ട ദിവസാ. നിനക്ക് വേറെ ഓട്ടമില്ലെങ്കിൽ ഒന്ന് അത്തടം വരെ വാ. അതായത് കഴിഞ്ഞവരേ എന്നാ അച്ഛൻ വെക്കോ, ഞാൻ ശേഖരൻകുട്ടി എന്നോട് വന്നോളാം. അവന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിക്കണം വരാൻ. നീ വാ. എപ്പ വരും? നീ ഇവിടെ സുഖിച്ചിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമല്ലോ നീ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, ആദ്യം കുളി പിന്നെ പല്ല് തേപ്പ്, എല്ലാം തലതിരിഞ്ഞാണല്ലോടാ. അതിലേ ഒരു കഥയുണ്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുമ്പോഴേ പല്ലൊക്കെ ഒന്ന് കുതിരും. അപ്പൊ പിന്നെ പേസ്റ്റ് കുറച്ച് മതി. പേറ്റുകുളി. നാരായണേട്ടന്റെ കടയിലെ ആളുകൾ നല്ല ചായ കുടിക്കണോ വേണ്ടിയോന്ന് നീ തീരുമാനിച്ചോ. 2 കുപ്പി പാല് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. വെള്ളം ഞാൻ ഒഴിക്കും. അതിന്റെ ചീത്തപ്പേര് നിനക്കാ. നിന്റെ പാലിന് കൊഴുപ്പില്ലാന്ന് ആൾക്കാര് പറയും. എന്തേ? രാവിലെ തന്നെ അതിനോട് ശൃംഗരിക്കാൻ നിൽക്കേണ്ട നീ അടുക്കളയിലോട്ട് എന്നേ. കഞ്ഞിയും ചമ്മന്തി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ വരുമ്പോ എടുത്ത് കൊടുത്താര്. അമ്മ ഇത് എങ്ങടാ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി? നിനക്കൊരു ചെറുക്കനെ ഉണ്ടാക്കാൻ. അല്ല പിന്നെ ചിട്ടി വിളിച്ചോണ്ട് പോവാൻ എല്ലാവർക്കും വലിയ ഉത്സാഹ. അടയ്ക്കേണ്ട ദിവസം ആകുമ്പോ ഒരു പട്ടിയും കാണില്ല ഈ വഴിക്ക്. ഉള്ള കൂട്ടങ്ങള്. അതിന് എന്നെ ചെയ്ത് പറയണ എന്തിനാ? ഞാൻ പറഞ്ഞു ചിട്ടി വെക്കാൻ. വെറുതെ അല്ല കുഞ്ഞേട്ടൻ പറയണത്. വെറുതെ കിടന്ന് ചപ്പണ്ട. ഉള്ളത് മുഴുവൻ ഞാൻ ഊറ്റി. നിന്റെ തള്ളയും തേടി ചിട്ടി പിരിക്കാൻ പോയി. ഈ ചിട്ടിയും പട്ടിയൊക്കെ നിർത്തി വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞൂടെ തള്ളയോട്? ഏട്ടന് പറഞ്ഞൂടെ? എന്റെ മാത്രല്ലല്ലോ, ഏട്ടന്റെ അമ്മയല്ലേ. ഇനി അവര് നയിച്ചുണ്ടാക്കിയിട്ടുണ്ടോ നിന്നെ കെട്ടിച്ചൂടാ. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ട് പോ. അത് നീ കുടിച്ചോ. എനിക്ക് മാഷയും അമ്മയും കൂട്ടി ആശുപത്രി വരെ പോണം. അങ്ങനെ പറയേ. അവിടുന്ന് ആവുമ്പോ നല്ല പലഹാരം തിന്നാലോ. രാധേച്ചോട് പറഞ്ഞേരെ, ഇതിനൊക്കെ ചേർത്ത് ഞാൻ നാത്തും പോരെ എടുക്കൂന്ന്. ഒന്ന് പോടി അവിടുന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സുന്ദരനായിട്ടുണ്ട്. നല്ല ഉന്നം. വരാം വരാം. ഞാൻ വൈകിയോ? ഏയ്, കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കാം മോളെ. ബാക്കിയുള്ള ഒരു കാപ്പി വെച്ചിട്ട് മണിക്കൂർ 2 ഇവിടെ വണ്ടിയുടെ ശബ്ദം കേട്ടില്ല. അതിനു മുമ്പേ ആളെത്തി പ്ലേറ്റുമായിട്ട്. കാപ്പിയുണ്ട്. ഓ സമാധാനം. മാഷ് എന്തിനാ രാവിലെ തന്നെ അവളെ വെറുതെ കളിയാക്കണേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന്.
മാഷ കേക്കണ്ടേ? അതുകൊണ്ടല്ല, ചെക്കപ്പ് മുടക്കരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. പോണം. ഞാനുണ്ട്. എന്നെ സ്കൂളിന്റെ അടുത്ത് ഇറക്കിയരേ. അതിന് നിനക്ക് പോകാൻ സമയം ആയില്ലല്ലോ. ഓ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവൂലേ? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരൊറ്റ ദിവസം പോലും നേരത്തിന് പാല് കൊണ്ടുവരില്ല. ഇന്നിത് ഞാൻ ശരിയാക്കി തരാടാ. ആ, നീ കളിക്കണോ? ഓടങ്ങി. നിന്റെ ഒടുക്കത്തെ പോക്ക് പോണാണ് തെണ്ടി. അവനവന്റെ അമ്മയ്ക്ക് വായി കൂടെ വായിച്ചാ പോവാ. ഈ പോണ പോക്കിൽ എത്തിച്ചില്ല. നോക്കിച്ചോ, ഇപ്പൊ അവൻ എന്റെ കൈ കിട്ട ഒരൊറ്റ അടിച്ച് ഞാൻ തണുപ്പറ്റ് തെറിപ്പിച്ചേനെ. നീ എന്തിനാണ് വിളിക്കണേ? അല്ല, ഇനിയിപ്പോ എന്ത് വേണേലും പറയാലോ, അവൻ കേൾക്കില്ലല്ലോ. പിന്നെ ചേട്ടാ എന്റെ മൂക്കിൽ വലിക്കും. മതി കയറ്റിയത്. ഇത്രയും നാള് തിന്നതിന്റെ കാശ് തന്നിട്ട് മതി. ഇനി അതല്ലെങ്കിൽ അങ്ങനെയാ, ഏത് മന്ത്രവാദി എന്നാലും കോഴിക്കാനുള്ള കിടക്കപ്പുറത്തി ഇല്ലാത്തത്. പാല്. അയ്യേ, തമ്പുരാട്ടിക്ക് എഴുന്നള്ളാരും ആയോ? കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോടി. ഒരു സദ്യ അഭിനയിക്കും. എനിക്ക് ഈ നേരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇവളുടെ കുഴപ്പം കൊണ്ടൊന്നല്ലാന്നേ. പശു എഴുന്നേൽക്ക് ഒരു 10 മിനിറ്റ് വൈകി അല്ലേ മീനാക്ഷിയെ? പാല് വേണ്ടെങ്കിൽ പറഞ്ഞേരെ. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ടൗണിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. ആ ഒരുമിട്ടവന്റെ കാര്യം നീ ഇവിടെ പറയരുത്. അവന്റെ ഒരു പോക്ക് പോയതായി കണ്ടോ? കണക്കായിപ്പോയി. ഇനിയും ധരിപ്പിക്കും, നോയിക്കോ. എടി 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 ഒരുപാട് നെളിക്കലടി. ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ എത്തില്ല. ആദ്യം തുള്ളി ക്ഷീണം കൊണ്ട് പിന്നെ തുള്ളി അത്രയ്ക്ക് എത്തില്ല. അയ്യോ, ശ്ശോ, പേടിച്ചു പോയല്ലോ. കുട്ടൻ എന്ത് പണിയായി കാണിച്ചേ? എന്റെ കുപ്പിയും പൊട്ടി. കുഞ്ഞേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ടൗണിൽ നിന്ന് വാങ്ങിച്ചെന്ന കുപ്പിയായിരുന്നു. അത് പോട്ടെ, ഇതിന് വലിയ 2 കുപ്പി ഞാൻ തരാം. പിന്നെ നല്ല കാര്യായി. വലിയ കുപ്പിയിൽ പാല് നിറയ്ക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതരുമോ? ഇതിൽ തന്നെ നിറക്കണേന്റെ പാടെ എനിക്കറിയൂ. എന്നാ ഇതുപോലത്തെ 2 കുപ്പി തരാം. ഓ, വലിയ മിടുക്കായിപ്പോയി. കുപ്പി തന്നെയല്ല, വേറൊരു കൂട്ടുണ്ട്. എന്ത് കൂട്ടം? അത് തരുമ്പോ കണ്ടാ മതി. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ എന്ത് കൂട്ടം വേണേലും വാങ്ങി തരുമല്ലോ. ആ, എന്നാലും വാ. വേറെന്ത് സാധനം തരാന്ന് പറഞ്ഞേ? ഇതാ ഇത്ര കാര്യമായിട്ട് തരാന്ന് പറഞ്ഞ സാധനം. എന്നാ ഞാൻ പോട്ടെ. ഈ മീനാക്ഷി എപ്പോഴും എങ്ങനെയാ? എന്നോട് മെണ്ടനോട് ഇഷ്ടല്ല. ഇഷ്ടമല്ലാത്തോണ്ടൊന്നല്ല, പോയിട്ട് എന്തൊക്കെ ജോലിയുണ്ടെന്നറിയോ? എന്നാ പിന്നെ കാണേ. മീനാക്ഷി, കണ്ണടച്ചേ. എന്തിന്? ഒന്ന് അടച്ചേ. ഇനി തുറന്നു. ഹായ്, എന്തൊരു അപ്പൂപ്പൻ താടിയാ. കുട്ടൻ എവിടുന്ന എത്രയും? കൊളക്കടവിന്ന ഒത്തിരി ഉണ്ട് അവിടെ. ഈ കുട്ടന്റെ ഓരോ കാര്യങ്ങള്. അണങ്ങരുത് അണങ്ങരുത്, മീൻ പിടിക്കുന്ന ചൂണ്ട കണ്ടൊരു സൂത്രം കട്ടിത്തറ്റാം. അപ്പു കൂട്ടാ. നീയാ എന്റെ നല്ല ജീവൻ എടുത്തില്ലടാ. ഒരാളെ വിളിക്കണം എങ്ങനെയാ? രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനൊക്കെ പറയാം. ഇതിന്ന് 2 കിട്ടി. അത് ഷാപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം തൊണ്ട നനയ്ക്കാനെങ്കിൽ ഇത്തിരി കള്ളു കുടിക്കാൻ. കള്ളു കുടിക്കാനുള്ള കാശ് ഞാൻ തരാം. എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? അതിനീലവിടെ നീ കാശെടുക്ക്. കാശ് തരാം, ചെയ്യോ? നീ കാര്യം പറയടാ. ചേട്ടൻ ശേഖരൻകുട്ടിയേട്ടനോട് ഒന്ന് പറയൂ, എന്റെ മീനാക്ഷിയുടെയും കാര്യം. ഞാനത് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേരെ എന്റെ ഷർട്ട് മുണ്ടൊക്കെ കത്തിച്ച് കളഞ്ഞേക്കാൻ. കാരണം ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ.
എടാ അവനെ കൊന്നുകളിയില്ലേ? നിനക്ക് അവള് ഇഷ്ടമാണോ? അവൾക്കോ? അറിയില്ല. അത് ഞാൻ അറിഞ്ഞുതരാം, നീ കാശെടുക്ക്. എടാ ഇത് കള്ളുടിക്കാനല്ല, കൽക്കണ്ടം വാങ്ങാനാ. എടാ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി കണ്ടശുദ്ധിയൊക്കെ വേണ്ടേ? അവന്റെ വണ്ടി ഞാൻ കത്തിക്കും, കള്ളൊഴിച്ച് കത്തിക്കും. നല്ല പൂസാണല്ലോ നാരായണേട്ടൻ. എന്നെ പൂസാക്കാൻ നീ നോക്കണ്ട. ഓ ദേ എന്റെ മേത്ത് ചളി തെറിപ്പിക്കുന്ന നിന്റെ ശകുട്ടുണ്ടല്ലോ, അതിന് ഞാൻ തോട്ട വെക്കും. തോട്ട വെച്ചോ, പക്ഷെ കയ്യിരുന്ന് പൊട്ടരുത്. എടാ ഞാൻ ഒരുപാട് കാട്ടുപോത്തിന് തോട്ട വെച്ചിട്ടുള്ളവനാ. ഈ നാരായണൻ അത് വെറുതെ. അതിന് ഇവിടെ എവിടെ കാട്ടുപോത്ത്? നിനക്ക് എന്തറിയാടാ? ഞാനൊക്കെ വരമ്പിൽ കൂടി നടക്കുമ്പോ നീ ഞരമ്പിൽ പോലും ഇല്ല. ഓ അന്നൊക്കെ ഇവിടെ മുഴുവനും കാടാ, ഓരവനം. നമ്മുടെ മരിച്ചുപോയ തട്ടാൻ ഗോപാലനും ഞാനും കൂടി ശീലംകുളങ്ങര അമ്പലത്തില് വേല കഴിഞ്ഞ് വരിക. കൂരിട്ട് എന്നൊരു ഒച്ച കേട്ടു. നോക്കുമ്പോ എന്താ എന്താ? ഒരു 100 കടുകൊണ്ട് ചുറ്റും. 100 കടുവയോ? ഒരു 50 എണ്ണം. 50 എണ്ണോ? ഒന്നുകൂടി പറയില്ലേ? ഒരു 10 ഉണ്ടെന്ന് വെച്ചോ. കടുവയാണോ പുലിയാണോ എന്നറിയില്ല, കാടൊന്ന് അനങ്ങി ഇല്ല നാരായണേട്ടാ. അപ്പോ നന്നോടൊക്കെ കഥ പറയാൻ വന്ന എന്നെ വേണം തന്നെ. മക്കളെ നീ അച്ഛന് ഒരു കുടം കള്ളും കൂടെ എടുത്ത. ഇനി കള്ളില്ല, തീർന്നു. നിന്റെ അച്ഛനല്ല പറയണേ ഒരു കുടം കള്ളും കൂടെ എടുക്കണ. അച്ഛനും മോനും ഒക്കെ വീട്ടില്, എനിക്കിതിന് കണക്ക് കൊടുക്കാനുള്ളതാ. മാതാപിതാപുത്ര ബന്ധങ്ങളൊക്കെയും താലാവ് തീർത്തരുമായല്ലോ. തുടങ്ങിയാലോ നാരായണേട്ടാ? തുടങ്ങട്ടാ പോലെ. ഓ കഴിയുമ്പോ മട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാ. ഊരാനി മകനെ നമ്മക്കെല്ലാവർക്കും പാർക്കാം. പണ്ഡിത മനസ്സും തിരുമയിലനവധി പോക്കിരി നൗരികളെ. കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു, എന്റെ നെഞ്ചിലൊരാണികൾ വെച്ച പോക്കിരി നൗരികളെ. അല്ലോ കൈക്കൊരാണി വെച്ചു എന്റെ കാലിലൊരാണി വെച്ചു. ഇന്ന് നേരത്തെ തുടങ്ങിയോ? നല്ല ഫോമിലാവോ ഇന്ന് വരവ്. അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാ? അമ്മയും മോനുമായിട്ട് ഒന്ന് മിണ്ടിയിട്ട് വേണ്ടേ? ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഞാൻ ഒരുത്തി. ഇങ്ങനൊരു അമ്മയും മോനും ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. എന്താ നിന്ന് വേക്കണേ? എന്നാടി ഞാൻ വേച്ച് വന്നിട്ടുള്ളേ? ശേഖരൻകുട്ടി കള്ളു കുടിക്കും, അല്ലാതെ ഇന്നോളം കള്ളി ശേഖരൻകുട്ടിയെ കുടിച്ചിട്ടില്ല. എന്തേ നിന്റെ തള്ള? അമ്മയ്ക്ക് നടുവേദനയാ, നേരത്തെ കടന്നു. ഊര് തെണ്ടി നടന്നാ അതും അതിലപ്പുറം ഉണ്ടാവും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറ അതിന്റെ അടുത്ത്. ഏട്ടന് നേരിട്ട് പറഞ്ഞാലെന്താ? ഇക്കണക്കിന് ഞാൻ വലുതാവണതിന് മുമ്പ് ഇവരെങ്ങനെയാ കഴിഞ്ഞിരുന്ന എന്റെ ഈശ്വരാ. എന്താ? അവള് കുളിച്ച് കയറിയോ? നോക്കട്ടെ ഞാൻ. എന്താ? ഇപ്പൊ കേറും. എന്നാ വാ. നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അത് വേണ്ട, ചേട്ടനും വാ. ഹോ വരാ. ഇനി വൈറ്റായിട്ട് ചെല്ലാത്തോണ്ട് ആൺകുട്ടി ജനിച്ചില്ലാന്ന് വേണ്ട. ഇത് കൊള്ളാലോ ഈ സാധനം. കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛമായി തന്നതാ. ഇത് എന്റെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. അത് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. ഓ നിങ്ങളൊക്കെ ബേക്കറി പലഹാരം തന്നെ വീട്ടിലാണല്ലോ. ഞങ്ങളൊക്കെ കപ്പയും കുറുക്ക പേര് നിന്നെ വീട്ടിലായി പോയി. സാരില്ല. അയ്യേ, പെണ്ണുങ്ങൾ കുളിക്കണടുത്ത് വന്ന് നിക്കാ രണ്ടാളും കൂടി. ഏയ് ഞങ്ങൾ അതിനൊന്നും വന്നല്ല. ഏതിനു വന്നല്ലാന്ന്? ഇതെന്താ കുട്ടന്റെ കയ്യില്? ദൂരദർശിനി, ഇതെനിക്ക് തരുമോ? അത് ഇതൊന്നും ശരിയാവില്ല, അതുകൊണ്ട് വേറെ കുറച്ച് പണിയുള്ളതാ. പിന്നെ എന്റെ കുഞ്ഞോട്ടിനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര വേണമെങ്കിലും വാങ്ങി തരുമല്ലോ. ഇത് തന്നാലേ കുട്ടന്റെ അച്ഛൻ വഴക്ക് പറയും അല്ലേ കുട്ട? അതിനെനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കുറച്ച് ദിവസം നോക്കിയിട്ട് അങ്ങ് തന്നേക്കാം. എന്നാ എടുത്തോ. ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് കുട്ടൻ എനിക്ക് തന്നില്ല. മീനാക്ഷിയോട് എന്ത് സ്നേഹം ഉണ്ടാട്ടാന്നറിയാമോ കുട്ടന് തന്നെ? പിന്നെ ഇവനിപ്പെന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലൂലേ?